മാട്രിമോണിയൽ സൈറ്റുകളിലൂടെ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ്. വിവാഹാലോചനകൾ പരിഗണിക്കുമ്പോൾ നമ്മൾ അതീവ ജാഗ്രത പാലിക്കണം. കെണികളിൽ വീഴരുത്. ഓൺലൈൻ മാട്രിമോണി സൈറ്റുകൾ വഴി വിവാഹാലോചനകൾ നടത്തുമ്പോൾ ഇന്ന് വളരെയധികം ചതിക്കുഴികൾ നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടും അല്ലാതെയും പലവിധത്തിലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത്. ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ: പണം ആവശ്യപ്പെടുന്നത്. പരിചയപ്പെട്ട് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അടിയന്തര ആവശ്യങ്ങൾക്കായി ചികിത്സ, ബിസിനസ് നഷ്ടം, കസ്റ്റംസ് കുരുക്ക്. പണം ആവശ്യപ്പെടുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. അമിത താൽപര്യം. നേരിട്ട് കാണുന്നതിന് മുൻപ് തന്നെ അതിരുകടന്ന സ്നേഹം പ്രകടിപ്പിക്കുന്നതും വളരെ വേഗത്തിൽ വിവാഹത്തിന് നിർബന്ധിക്കുന്നതും സംശയിക്കേണ്ടതുണ്ട്. വീഡിയോ കോളുകൾ ഒഴിവാക്കുന്നത്. ഫോൺ കോളുകളിൽ മാത്രം ഒതുങ്ങുകയും നേരിട്ട് കാണാനോ വീഡിയോ കോൾ ചെയ്യാനോ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നത് തട്ടിപ്പിന്റെ ലക്ഷണമാകാം. അവിശ്വസനീയമായ പ്രൊഫൈലുകൾ. വളരെ ഉയർന്ന ശമ്പളം, വിദേശ ജോലി, മോഡലിംഗ് ഫോട്ടോകൾ തുടങ്ങിയവ മാത്രം വെച്ച് ആളുകളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുക. അവർ പറയുന്ന ജോലിസ്ഥലം, താമസം, കുടുംബം എന്നിവയെക്കുറിച്ച് രഹസ്യമായും കൃത്യമായും അന്വേഷിക്കുക. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതും നല്ലതാണ്. പൊതുസ്ഥലത്ത് വെച്ചുള്ള കൂടിക്കാഴ്ച. ആദ്യമായി കാണുമ്പോൾ എപ്പോഴും ആൾത്തിരക്കുള്ള പൊതുസ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. വീട്ടുകാരെയോ സുഹൃത്തുക്കളെയോ കൂടെ കൂട്ടുന്നത് ഉചിതമായിരിക്കും. വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാസ്വേഡുകൾ, OTP എന്നിവ ഒരാളുമായും പങ്കുവെക്കരുത്. കുടുംബവുമായി സംസാരിക്കുക. ആലോചന വന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങളുമായി നേരിട്ടോ ഫോൺ വഴിയോ സംസാരിക്കാൻ ശ്രമിക്കുക. അവർ വിവരങ്ങൾ മറച്ചുവെക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. തട്ടിപ്പിനിരയായാൽ എന്തു ചെയ്യണം? യഥാസമയം പ്രതികരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സൈബർ സെല്ലിൽ പരാതിപ്പെടുക. തട്ടിപ്പ് നടന്നാൽ ഉടൻ തന്നെ സംശയാസ്പദമായ ലിങ്ക് നീക്കം ചെയ്തു എന്ന പോർട്ടലിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പരാതി നൽകുക. മാട്രിമോണി സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുക. തട്ടിപ്പ് നടത്തിയ പ്രൊഫൈൽ ആ സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുക. അങ്ങനെ മറ്റുള്ളവർ ചതിക്കപ്പെടുന്നത് ഒഴിവാക്കാം. വിവാഹം എന്നത് ജീവിതത്തിലെ വലിയൊരു തീരുമാനമായതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടാതെ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി മാത്രം മുന്നോട്ടു പോകുന്നതാണ് സുരക്ഷിതം.